ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലെൻ ടോക്ക് സീരീസിലെ ഈ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 12-13 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ്റെ തീർത്ഥാടനത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. പിതാവായിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തതായി ക്രിസ്തു വിഭാവന ചെയ്യുന്ന ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും ആത്മീയമായ ജീവിതത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണങ്ങളെക്കുറിച്ചും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിലും വായിക്കുവാനായിട്ട് സാധിക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി യെരുശലേമിലേക്ക് കർത്താവ് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ജനക്കൂട്ടം കർത്താവിനെ ആർത്തു വിളിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ യഥാർത്ഥ ദൈവമായി തിരിച്ചറിഞ്ഞ ജനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു വിഭാവന ചെയ്ത ആത്മീയ തലത്തിലേക്ക്, ധാർമ്മിക ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വളരണം എന്നുള്ളതാണ്. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത് അന്നത്തെ മത നേതൃത്വത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം വ്യത്യസ്തമായ തലങ്ങൾ, വ്യാഖ്യാനങ്ങൾ 4 സുവിശേഷകരും നൽകുന്നതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം ദ ക്ലെൻസിങ് ഓഫ് ദ ടെമ്പിൾ, ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം എന്നുള്ളതാണ്. 4 പ്രധാനപ്പെട്ടതായ തലങ്ങളിൽ നമുക്കിതിനെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിനൊരു മതപരമായിരിക്കുന്ന തലമുണ്ട്. അശുദ്ധിയുടെ ആലയങ്ങളെ നാം വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണം. ഇതിനൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന തലമുണ്ട്. ദേവാലയങ്ങളിൽ കാണപ്പെടുന്നതായ വാണിജ്യവൽക്കരണത്തെ ശക്തമായി നാം നേരിടണം. ഇതിനൊരു മെസ്സയാനിക തലമുണ്ട്. അവരനെയും ഇതര ജാതിയിൽപ്പെട്ടവനെയും സ്വീകരിക്കുന്നതായ ക്രിസ്തു വിഭാവന ചെയ്യുന്ന ആത്മീയത. ഇതിനൊരു പ്രവചനികമായ ദൗത്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു നൽകുന്നതായ രക്ഷാകര പ്രവൃത്തിയും ദേവാലയത്തിൻ്റെ വീണ്ടെടുപ്പുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആലയങ്ങളിൽ കാണുന്ന ചൂഷണങ്ങളെ ഞാനും നിങ്ങളും സധൈര്യം നേരിടണം എന്നുള്ള കാഴ്ചപ്പാടാണ് കർത്താവ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. The moral integrity of Christ is a call for transformation. രൂപാന്തരത്തിന് വേണ്ടിയുള്ള വിളിയായി, അവസരമായി ക്രിസ്തു വിഭാവന ചെയ്യുന്ന ഈ ധാർമ്മിക സമഗ്രതയെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഈ നോയമ്പ് കാലയളവ് നാം സ്വയം രൂപാന്തരപ്പെടുന്നതോടൊപ്പം നാം ആയിരിക്കുന്നതായ ഇടങ്ങളെയും നമ്മുടെ ആലയങ്ങളെയും രൂപാന്തരപ്പെടുത്തി ക്രിസ്തു വിഭാവന ചെയ്യുന്ന ആത്മീയ തലത്തിലേക്ക് വളരുവാൻ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആലയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആലയങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, ഞങ്ങൾ ഓരോ പ്രവൃത്തികളും അതിന് മുഖാന്തരമായി തീരുവാൻ വലിയവനായ ദൈവമേ, നീ സഹായിക്കണമേ.
ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.